നമസ്കാരം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ചിലപ്പോൾ അത് വാശികൾ ചിലപ്പോൾ ഒരുപാട് ദോഷമായിട്ട് മാറാറുണ്ടല്ലേ. പിന്നെ നമ്മൾ ചിന്തിക്കും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നതാണ്. പണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ കൂട്ടത്തിലൊരു പ്രായമുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പുറത്തായിരുന്നു ആ ചേട്ടൻ്റെ വീട്. പുള്ളി അധ്യാപകനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് പുള്ളിക്കാരൻ ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുന്ന എന്തിനാണെന്ന് ഓർത്തു. അപ്പോഴാണ് ഡ്രൈവിംഗ് പഠിച്ച ആൾ പറഞ്ഞത്, പുള്ളിക്കാരൻ ഒരു മകനുണ്ടായിരുന്നു. മകൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മോന് ബൈക്ക് വേണമെന്ന് ആഗ്രഹമായിരുന്നു. ഭയങ്കര ആഗ്രഹം, ബൈക്ക് വേണം, ബൈക്കിൽ കോളേജിൽ പോകണം ആഗ്രഹം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് കൂട്ടുകാരുള്ളതുകൊണ്ട് അച്ഛൻ പേടിച്ചിട്ട് ബൈക്ക് മേടിച്ചു കൊടുത്തില്ല. പിന്നെ പറഞ്ഞു എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് മേടിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ എക്സാം പാസ്സായിട്ടും ഈ കൂട്ടുകാരുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പേടിച്ചിട്ട് മേടിച്ചു കൊടുത്തില്ല. പിന്നെ മകനോട് ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷേ പുള്ളി എക്സാം കഴിഞ്ഞപ്പോൾ ബൈക്ക് ബുക്ക് ചെയ്യാൻ പോയി. അവനൊക്കെ പറയാതെ ബുക്ക് ചെയ്യാൻ പോയിട്ട് ബൈക്ക് ബുക്ക് ചെയ്തിട്ട് മകന് സർപ്രൈസ് ആയിക്കോട്ടെ എന്നോർത്ത് തിരിച്ചു പറയാൻ നോക്കിയപ്പോൾ മകൻ കെട്ടിത്തൂങ്ങി മരിച്ചിരുന്നു. അത് അവർക്ക് എന്തോരം വിഷമം ഉണ്ടായിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് വിഷമം ഉണ്ടായിട്ടാണ്. ശരിക്കും മകനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പെട്ടെന്നതായിരിക്കും പറയാറുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന പുള്ളി ഓർത്ത് കാണത്തില്ലായിരിക്കും. ഒരിക്കലും മകൻ തിരിച്ചു തരത്തില്ല. നമുക്ക് മക്കളുടെ സ്നേഹം എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാനൊരു അച്ഛനാണിപ്പോൾ. അതുകൊണ്ട് ചില വാശികൾ നമ്മൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. വാശടിക്കുമ്പോൾ മുമ്പ് ഒരുപാട് ആലോചിക്കുക.